വെൽക്കം ടു ജൂലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു മത്തിക്കറിയാണ്, ഒരു വെറൈറ്റി മത്തിക്കറി. ഇതിനു മുന്നേ നമ്മൾ മത്തി പച്ചക്കുരുമുളക് അരച്ച് ഫ്രൈ ചെയ്തു. ഇന്ന് നമുക്ക് പച്ചക്കുരുമുളക് അരച്ച് മത്തി എങ്ങനെയാണ് കറി വെക്കേണ്ടതെന്ന് നോക്കാം. വളരെ ടേസ്റ്റിയാണ്. പച്ചക്കുരുമുളക് അരച്ച് വയ്ക്കാൻ ഏറ്റവും നല്ലത് മത്തിയാണ്. അപ്പം ചാള അഥവാ മത്തിയാണെങ്കിൽ ഏറ്റവും ടേസ്റ്റാണ് ഫ്രൈ ആക്കാനും കറി വയ്ക്കാനും. പിന്നെ വലിയ മീനുകളിലൊക്കെ നമ്മൾ ചെയ്താലും ഈ ചെറിയ മീനുകളുടെ ടേസ്റ്റ് അതിന് കിട്ടില്ല. ചെയ്യാം, എന്നാലും ഇത്രയും ടേസ്റ്റ് വരില്ല. അപ്പോൾ നമുക്ക് നോക്കാം ഇനി അതെങ്ങനെയാണ് കറി വയ്ക്കുന്നതെന്ന്. അതിനായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3/4 കിലോ ചാള. അത് ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 5 തിരി കുരുമുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ എരിവ് അനുസരിച്ച് എനിക്ക് 5 എണ്ണമെങ്കിലും വേണം. പിന്നെ ഞാൻ കാന്താരി മുളക് 9 എണ്ണം എടുത്തിട്ടുണ്ട്. കാന്താരി മുളക് വേണമെന്ന് നിർബന്ധമില്ല, പച്ചമുളക് എടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കറിവേപ്പില 3 തണ്ട്, ചുവന്നുള്ളി ഒരു 15 എണ്ണം, വെളുത്തുള്ളി 4 അല്ലി, ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത്, കുടംപുളി നിങ്ങളുടെ പുളിക്കനുസരിച്ച് എടുക്കാം ഓരോരുത്തരുടെയും. ഞാനിവിടെ ഒരു 4 കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി, ആവശ്യത്തിന് ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, നമ്മുടെ ഗ്രേവിക്ക് എത്ര വേണം അതിനാവശ്യമായ വെള്ളം. ഇനി നമുക്ക് കുരുമുളക് ഇതിൽ നിന്നും അടർത്തിയെടുത്ത് അരച്ചെടുക്കാം. കുരുമുളക് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു മൺചട്ടിയാണ് മീൻകറി വയ്ക്കാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഒന്ന് വാടി വരുമ്പോഴേക്കും അതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി അത് ഞാൻ 2ആയി അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന കുരുമുളകില്ലേ അതിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കുരുമുളകിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കുരുമുളകിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നു കേട്ടോ. ഇനി നമുക്കതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പുളി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. പുളിയും ആ വെള്ളവും കൂടെ ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. പുളിയും എരിവൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കണം കേട്ടോ. പ്രത്യേകിച്ച് കുരുമുളക് എടുക്കുമ്പോൾ കുരുമുളകിൻ്റെ എരിവ് ഒന്ന് നോക്കണം, എന്നിട്ട് വേണം പച്ചമുളക് എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി ഉണ്ടല്ലോ, ഇത് അധികം പുളിയില്ലാത്ത തക്കാളി കേട്ടോ. നമ്മൾ പുളി ഇടുന്നതുകൊണ്ട് അധികം പുളിയുള്ള തക്കാളി വേണ്ട. ഇനി ഇത് ഇതിനകത്ത് കയറുന്ന ഒന്ന് വെന്തുടഞ്ഞ് വരണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. നമുക്കിത് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് നമ്മൾ മൂടി വെച്ച് വേവിച്ചു. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവുന്നതിന് ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ നമുക്കിതിലേക്ക് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇത് മൂടി വെച്ച് നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ച ശേഷം 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് ഇതിനകത്ത് ഇരുന്ന് ഇനിയും ഇത് തിളച്ചുകൊണ്ടിരിക്കും. ഇനി വറ്റും, കൂടുതൽ കുറുകി വരും. ഇനി നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു 2 മിനിറ്റ് മൂടി വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് തുറക്കാം. ആഹാ, നല്ല വാസന വരുന്നുണ്ട്. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇത് ശരിക്കും ചോറിൻ്റെ കൂടെയും കപ്പയുടെ കൂടെ ഇല്ലേ കൊള്ളി, അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാട്ടോ. നല്ല ടേസ്റ്റാണ്. പച്ച കുരുമുളക് അരച്ച് വെച്ച ചാള അഥവാ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയുള്ളൊരു കറിയാണിത്. ഇത് കൊള്ളി അഥവാ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിവിടെ കുറച്ച് കൊള്ളി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതും ഈ കറിയും കൂടെ കൂട്ടി ഒന്ന് കഴിച്ച് നോക്കട്ടെ. ഇനി ഞാനൊരു പീസ് എടുത്ത് ഒന്ന് കഴിക്കട്ടെ കേട്ടോ. വളരെ ടേസ്റ്റിയുള്ള സാധനം ഇത്. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. കൊള്ളി വാങ്ങിയിട്ട് ഇതേപോലെ ചാള കറി വെച്ചിട്ട്, ഇനി നിങ്ങൾക്ക് പച്ചക്കുരുമുളക് കിട്ടിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ കുരുമുളക് പൊടി ഇട്ടാലും മതി കേട്ടോ. സൂപ്പർ ടേസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ജുലീനാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.